മഞ്ജു വാര്യർ, സനൽകുമാർ ശശിധരൻ ഈ സീൻ ഓടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സനൽകുമാർ ശശിധരൻ ഇയാൾ ഡയറക്ടറാണ്. അപ്പോൾ ഇയാൾ കയറ്റം എന്ന് പറഞ്ഞുള്ള ഒരു മൂവി മഞ്ജു വാര്യരെ വെച്ച് ചെയ്തിട്ടുണ്ട്. വള്ളിവിടുത്താണ് ഇയാളുടെ പരിപാടി എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ട് ഇയാളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നവർക്ക് മനസ്സിലാവും. എസ്പെഷ്യലി ഈ മഞ്ജു വാര്യരോട് ഇയാൾക്കൊരു ഭയങ്കരമായ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ സ്കീമുകളുണ്ട് ഇയാളുടെ പേരിൽ. അങ്ങനെ പറ്റ സഹിക്കാൻ വയ്യാതെ മഞ്ജു വാര്യർ കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഒരു വട്ടം മഫ്തിയിൽ പോലീസുകാരെങ്ങാണ്ട് പിടിക്കാൻ വന്ന ടൈമിൽ അവിടെ ലൈവ് ഇട്ട് അലമ്പാക്കി അങ്ങനത്തെ കുറേ സീനുകളൊക്കെ ഇയാളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് ഇയാളെക്കുറിച്ച് ഞാൻ ചെയ്ത 1-2 വീഡിയോസ് എന്താണെങ്കിലും നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഒന്ന് ജോർജു ആയിട്ടുള്ള ഇയാളുടെ ഒരു ഫോൺ കോളും, പിന്നെ ഒന്ന് ടൊവിനോ തോമസുമായിട്ട് ഇയാൾ പിടിച്ചൊരു വള്ളി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു ടാർസനാണ്, വള്ളിയിൽ പിടിച്ച് തൂങ്ങനാണ് മെയിൻ പരിപാടി. ഇയാൾ വീണ്ടും ഈ പറഞ്ഞ മഞ്ജു വാര്യരുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോൾ അവർ വീണ്ടും ഒരു കേസ് കൊടുത്തു. അങ്ങനെ ഇയാൾ എബ്രോഡായിരുന്നു, നാട്ടിൽ മുംബൈയിൽ വന്ന സമയത്ത് പോലീസ് പൊക്കി. ഇവിടുത്തെ പോലീസ് പോയിട്ട് അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവന്നു. ഇപ്പോഴും ഇയാളുടെ ലൈൻ ഒരേ സംഗതിയാണ്. അതായത് നമ്മൾ പല സിനിമയുടെയൊക്കെ ത്രെഡായിട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ തന്നെ ചിലരുണ്ടാവും ഡൈ ഹാർട്ട് ഹാർഡ് കോർ ഫാനായി കഴിഞ്ഞാൽ ഇവർ ആരാധിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ സെലിബ്രിറ്റിയെ അങ്ങോട്ട് കണ്ടാലോ അല്ലെങ്കിൽ കണ്ടു കിട്ടാനൊക്കെ ഇത് എക്സ്ട്രീം വരെയും പോകുന്ന കുറേ അവസ്ഥകൾ. ഇത് അതുപോലൊരു മെൻ്റൽ സ്റ്റേജിലുള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ സനൽകുമാർ ശശിധരനെ തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും മഞ്ജു വാര്യർ കൊടുത്ത കേസിൽ സനൽകുമാർ ശശിധരനെ പോലീസ് പൊക്കിയതിന് ശേഷം ഈ ചങ്ങായി ആദ്യം മുംബൈ എയർപോർട്ടിൽ വന്ന സമയത്ത് അവിടെ ഇയാളെ പിടിച്ചു വെച്ചു. കാരണം ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ ആശാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നില്ല. ബിക്കോസ് അവിടെ 2 മണിക്കൂർ ഇരുന്നു, 3 മണിക്കൂർ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ അപ്ഡേറ്റ്സ് ആണ് കമൻട്രി കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഫേസ്ബുക്ക് വാളിൽ വീണ്ടും ഇയാൾ വന്നിരുന്നിട്ട് എന്നെ എന്തിനു പിടിച്ചു വെച്ചു, അങ്ങനെ ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോലീസുകാർ പോയിട്ട് എന്ത് ചെയ്ത് എന്തെന്ന് ആലോചിച്ചു നോക്കി. ഇമാതിരി എന്താ പറയുക, ഒരു അന്തവും ബോധവും ഇല്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ ഖജനാവുന്ന പൈസ പോകണമെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. പോലീസുകാർ ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് ഫ്ലൈറ്റും പിടിച്ച് പോയിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ ട്രെയിനിലാണ് വന്നത്. ആശാൻ വന്നിറങ്ങിയതിന് ശേഷം കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണെങ്കിലും ലോക കോമഡി ഐറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ വിഷയം അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫിങ്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആരാന്നുള്ളത് മനസ്സിലാവും. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു ഹിൻറ്റും തരാം. മഞ്ജു വാര്യരും ഇയാളും തമ്മിൽ പ്രേമിക്കുന്ന സമയത്തുള്ള കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി നമ്മൾ ആക്ടർ ബാല ഫീമെയിൽ വോയിസിൽ ഡബ് ചെയ്ത പോലത്തെ ഒരു തമിഴ് ലേഡിയുടെ വോയിസും കൊണ്ട് അത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വിത്താണ് ഈ സനൽകുമാർ ശശിധരൻ. ഓക്കെ, ആണെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലിംസ് ആദ്യം വെച്ചിട്ട് ഇയാൾ ഈ ട്രെയിനിൽ വന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയട്ടെ. ഇത്രയും നേരം നീ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, ഇത്ര ഞാൻ നീ പറയും പോലെ മോശം കോണസ്റ്റ് വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കുന്നു? ഞാൻ എന്തിനാ ചെയ്യുന്നതാ? എന്തിനാണ് ചെയ്യുന്നത്? കേട്ടല്ലോ, ഈ വോയിസ് ആണ് ഇയാൾ മഞ്ജു വാര്യരും ഇയാളും തമ്മിലുള്ള കോൺവെർസേഷൻ. അതായത് പ്രേമിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് മലയാളി പ്രേക്ഷകർക്ക് യൂട്യൂബ് വഴി ഇയാൾ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തന്നത്. അതായത് ഞങ്ങൾക്ക് മലയാളികൾക്ക് മഞ്ജു വാര്യർ ശബ്ദം അറിയാനിട്ടൊന്നുമല്ല, മനസ്സിലായില്ലേ? നമുക്ക് പച്ചവെള്ളം പോലെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ശബ്ദം മനസ്സിലാവും. താൻ എവിടുന്നോ ഏതോ, ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഓളം വെട്ടിയ ചെങ്ങായി ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഇനി അടുത്ത കോമഡികൾ. 2019 മുതൽ ഞങ്ങൾ പ്രേമത്തിലാണ് പുറകിലേക്ക്. ഇതിന് തടസ്സം നിൽക്കുന്നത് കേരള പോലീസാണ്. 2019 മുതൽ ഞാനും മഞ്ജു വാര്യരും പ്രണയത്തിലാണ്. ഇതിന് തടസ്സം നിൽക്കുന്നത് കേരള പോലീസാണ്. എന്താ കേരള പോലീസാണോ മഞ്ജു വാര്യരുടെ അച്ഛനും നിങ്ങളുടെ അമ്മായച്ഛനുമായിട്ട് വരേണ്ട വ്യക്തി തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ട്? സാധാരണ അങ്ങനെയാണല്ലോ, അമ്മായച്ഛനാവാൻ പോകുന്ന ആളും അങ്ങനെ അവരാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ബ്രദർ കേരള പോലീസിന് അങ്ങനെയാണോ? മഞ്ജു വാര്യരുടെ വല്ല ബ്രദറും ആണോ? ഇവൻ എന്തെന്നാ ഇവൻ പറയുന്നത്? 2019 മുതൽ ഒരു പ്രണയത്തിലാണൊക്കെ. ഞാൻ മഞ്ജു വാര്യരുടെ ഗതികേട് ആലോചിക്കുന്നത്. ഏത് സമയത്തേ ഇവൻ്റെ സിനിമയിൽ പോയി അഭിനയിക്കാൻ നിന്നതെന്നായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവനോട് പല ഇൻ്റർവ്യൂവിലും പണ്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരോട് പ്രണയാഭ്യർത്ഥന നടത്തിയത്, നടത്തിയ സമയത്ത് അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു കൗമുദിയിൽ, ഇഫ് ഐ എം നോട്ട് റോങ്, ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എനിക്കത് വീഡിയോ ആയിട്ട് വെക്കാൻ പറ്റില്ല, ഞാനിവിടെ ടാബിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം.
പഴയ ഇൻ്റർവ്യൂ, അതിനകത്ത് ആ വ്യക്തി ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത് കാണിക്കുന്നത്, നിന്നോട് അവരെപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു അപ്രോച്ച് നടത്തിയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവനാണ് അങ്ങോട്ട് അപ്രോച്ച് നടത്തിയതെന്നും ആ ടൈമിൽ മഞ്ജു വാര്യർ വളരെ ക്ലീനായിട്ട് നിരസിച്ചു എന്നുള്ളതും ഇവൻ തന്നെ ആ ഇൻ്റർവ്യൂവിനകത്തിരുന്ന് പറയുന്നതിൻ്റെ ഒരു പോർഷൻ ഞാൻ എന്താണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഓൾറെഡി ഇയാൾ കല്യാണം കഴിച്ച് അത് സെപ്പറേറ്റഡായി, അതിൽ 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവരുടെ അമ്മയുടെ ഒപ്പമാണ്, അല്ലെ ഇവൻ്റെ ഒപ്പം അല്ല. ഓക്കെ, അപ്പം ഞാൻ എന്താണ് ഈ പോർഷൻ ഒന്ന് കണ്ടതിന് ശേഷം, അതായത് ഇവൻ ഇപ്പം പറയുന്നത് 2019 മുതൽ പ്രേമത്തിലാണ്. ഇവൻ 2-3 കൊല്ലം മുമ്പാണ് ഇത് പറഞ്ഞത് കൗമുദിയിൽ. ഇത് നിങ്ങൾ കണ്ടോക്ക്. ഇതിനെപ്പറ്റി അവർക്ക് എന്തെങ്കിലും അലോസരം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം അന്ന് മുതൽ അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂസ് അവരും ഞാനും ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂസ് ആ സിനിമയെ പറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിളും ആണ്. അതിലൊക്കെ തന്നെയും അവർ എന്നെ പറ്റിയും സിനിമയെ പറ്റിയും ഒക്കെ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. താങ്കൾ അവരോട് പ്രണയാഭ്യർത്ഥന നടത്തി? അത് ശരിയാണ്, അത് സത്യമാണ്. അത് പക്ഷെ താങ്കൾ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായിട്ടുള്ള ഒരാളാണ്. അല്ല, ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിനിടയിൽ ഒരു ഏകപക്ഷീയമായ പ്രണയാഭ്യർത്ഥന അല്ല, അത് അല്ല. അതിനകത്ത് പല കാര്യങ്ങളിലും അവർക്ക് എന്നോടൊരു ആകർഷണം ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള ആയിക്കൊള്ളാം. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പെരുമാറ്റം അവരിൽ ഉണ്ടായി. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പല പെരുമാറ്റങ്ങളും ഉണ്ടായി. അപ്പോൾ പല സമയത്തും ഈ പറയുന്നത് പോലെ എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അപ്പോൾ അവർ തന്നെ പിന്നീട് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് എന്തോ ഒരു സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത്, സനൽ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, എന്നെപ്പോലെ ഒരാൾ എന്ന് പറഞ്ഞ് നിർത്തി. അപ്പൊ അതൊരു നിരാസമല്ല, എന്നാൽ അക്സെപ്റ്റൻസ് പ്രോത്സാഹനമാണെന്നും കരുതാൻ പറ്റില്ല. പ്രോത്സാഹനമല്ല, അക്സെപ്റ്റൻസ്. ഇതിനിടയിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു സദാചാര സംസ്കാരമുണ്ട്. സദാചാര പോലീസിംഗിന്റെ കാലത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ താങ്കൾ 2 കുട്ടികളുടെ പിതാവായിട്ടൊരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരാൾ, ആ ഒരു രീതിയിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ അല്ലെ താങ്കൾ ഉയർത്തുന്ന ഫിലോസഫിക്കൊക്കെ യോജിച്ചതാണോ? അല്ല, ഞാൻ ഉയർത്തുന്ന ഫിലോസഫി എന്ന് പറയുന്നത് എന്റെ കണ്ണിലുള്ള സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം തുറന്ന് പെരുമാറുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങളാണ്. അപ്പൊ എന്റെ വിവാഹം പ്രണയവിവാഹമായിരുന്നു. ലോ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ പ്രേമത്തിലായി. അത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, എനിക്കൊരു 2 വർഷം സമയം വേണം, എനിക്ക് സിനിമ വേണം, സിനിമയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. ഞാൻ ലോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവരെ വീട്ടുകാരെല്ലാം കൂടി എൻ്റെ വീട്ടിൽ വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മോതിര കല്യാണം നടത്തുന്നു. അപ്പൊ ഞാൻ കല്യാണത്തിലേക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞു, എന്തായാലും അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, 2 വർഷം എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയുള്ള സമയം വേണം. അവരെതിരായിരുന്നു? അതെ, സിനിമയ്ക്ക് അവരുടെ വീട്ടുകാർ ഭയങ്കര എതിരായിരുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആ പ്രപ്പോസൽ, വീട്ടുകാരുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. പിന്നെ ശ്രീജ എന്റെ മുൻ ഭാര്യയായിട്ട് സംസാരിക്കാൻ മോചനം നേടിയോ? അതെ. 2 കുട്ടികൾ ഇപ്പൊ ആരുടെയാണ്? അമ്മയുടെ കൂടെയാണ്. അതെ. അപ്പോ സിനിമയെ ചൊല്ലിയുള്ള തർക്കങ്ങളിലാണോ ഈ അകൽച്ച ഉണ്ടായത്, അതോ ഈ സിനിമ വിഷയം വന്ന ശേഷം ഉണ്ടായ പ്രശ്നമാണോ? അല്ല, അതിനു മുൻപേ ഞങ്ങൾ അകൽച്ചയിലാണ്. അപ്പൊ മഞ്ജു വാര്യരോട് ഞാൻ പ്രേമം അഭ്യർത്ഥന എന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. കമ്പാനിയൻഷിപ്പിനെ കുറിച്ചാണ് ഇവൻ സംസാരിച്ചതെന്നാണ് ഇവൻ ഇന്റർവ്യൂ കടന്ന് കൊണച്ചോണ്ടിരുന്നത്. ഇതേ ഇവന്നടി മഞ്ജു വാര്യർക്ക് ഒരു മാന്യത ഉള്ളതുകൊണ്ടാണ്, സിനിമയുടെ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ആൻഡ് ഇവർ തമ്മിൽ എന്തൊക്കെയോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ടേംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ഹീറോ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നീരസം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ടൊന്ന് പോയി സംസാരിക്കുക എന്നുള്ളൊരു മെച്യൂർ ലൈൻ, അതാണ് മഞ്ജു വാര്യർ കീപ്പ് ചെയ്തതാണ് ഇയാളെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ ഇവൻ്റെ ഒരു സ്റ്റോറി കേട്ടില്ലേ നിങ്ങൾ? ഇവന് കോളേജ് കാലഘട്ടത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഇവന് എന്താ പറയുക, വീട്ടുകാർ ചേർന്ന് വീട്ടുകാർ ചേർന്ന് മോതിരം അയക്കാൻ കാരണം എന്താ, അതിന്ന് സ്കൂട്ടായി എസ്കേപ്പായി ഓടുക പെണ്ണിനെ ഇട്ടിട്ട് എന്നുള്ളത് മനസ്സിലായപ്പോൾ ആ വീട്ടുകാർ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിൽ 2 കുട്ടികൾ കഴിയുമ്പോൾ വീണ്ടും അവന് സ്കൂട്ടാവണം. ചാടാനുള്ള പരിപാടി നോക്കി അവരവരുടെ പാട്ടിന് പോയി, കുട്ടികൾ അവരൊപ്പം പോയി. പിന്നെ പിന്നെ കമ്പാനിയൻഷിപ്പ് വേണം, അതിനുവേണ്ടി മഞ്ജു വാര്യരുടെ പിന്നാലെ. എന്നിട്ടാണ് ഇവൻ പറയുന്നത് 2019 മുതൽ ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ളത്. ഇവൻ തന്നെയാട്ടാ ഈ ഇൻ്റർവ്യൂവിനകത്ത്
അതായത് ഇപ്പോൾ ഈ 2019 ഇവർ തമ്മിൽ പ്രണയമായിരുന്നു തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞവൻ തന്നെയാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇനി ബാക്ക് ടു ദാറ്റ് റെയിൽവേ സ്റ്റേഷൻ അവരെന്താ പറയുള്ളതെന്നൊക്കെ. ഞാൻ 2 പരാതി കൊടുത്തിട്ട് ആ പരാതി അന്വേഷിക്കാതെ എനിക്കെതിരെ വീണ്ടും കള്ളക്കേസ് എടുക്കുക. ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് എൻ്റെ മൊബൈൽ പിടിച്ചു വയ്ക്കുന്നു, എൻ്റെ കമ്പ്യൂട്ടർ പിടിച്ചു വയ്ക്കുന്നു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കുന്നു, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എങ്ങനെ പിന്നെ എന്നെ ജീവിക്കാൻ അനുവദിപ്പിക്കുക? ഈ എല്ലാവരുമായിട്ടും പ്രശ്നമല്ലേ? മഞ്ജു വാര്യരോട് എനിക്ക് പ്രേമം നിങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണെന്ന് പറഞ്ഞിട്ട് ഈ ഏതോ ഒരു തമിഴ് ലേഡീനെയും വിളിച്ചിട്ട് മഞ്ജു വാര്യ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ ടൊവിനോനെ എങ്ങാണ്ട് ഒരു പടത്ത് കൊണ്ടുപോയിട്ടിട്ട് അവിടെയും ടൊവിനോയ്ക്ക് വള്ളി, ജോജു ജോർജിന് വള്ളി. ഞാൻ പറഞ്ഞില്ല, ടാർസൻ ലൈഫാണ് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വള്ളിന്ന് വന്ന് താഴെ വന്നിട്ടില്ല. ഞാൻ നാട് വിട്ട് പോയത് എന്നെ കൊല്ലുമെന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നത് തിരിച്ചു വരുന്നു എന്ന് ഞാൻ പോസിറ്റിട്ടാണ്. എടാ പടുവാബി, നിന്നെ കൊല്ലും എന്നുള്ളൊരു ഭീഷണീൻ്റെ മുകളിൽ നീ നാട് വിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആ ഭീഷണിപ്പെടുത്തിയവർ ഇതേ നാട്ടിലുണ്ടാവും എന്നുള്ള മിനിമം ബോധവും ബുദ്ധി കണക്കില്ലേ? ഫേസ്ബുക്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ മടങ്ങി വരുന്നു, ഐ ആം കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടിട്ടാണോ തിരിച്ചു വരിക? അപ്പം പിന്നെ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ വധഭീഷണി മുഴക്കി ഇവിടെ നിന്നവർ നിനക്ക് വാളിന് വരെ പൂച്ചണ്ട് കൊടുന്നു വരും എയർപോർട്ടിൽ. പൊട്ടനാളായി ഈ പൊട്ടനായിരിക്കും, കാരണം ഞങ്ങൾ പൊട്ടന്മാരല്ല. എന്ത് വെളിവെട്ടനാണ് അതൊക്കെ? ഇത് ചോദ്യം വെളിവില്ലെങ്കിലും ഈ ചോദിച്ചത് കറക്റ്റ്. കേരള പോലീസിനും കേരള സർക്കാരിനും ഇത്രത്തോളം കാശുണ്ടോ? കാശിൻ്റെ കുന്തളിപ്പല്ലേ എന്നുള്ള സത്യം. കാരണം ഈ ഇമാതിരി മണ്ടന്മാരെ പിടിക്കാൻ എന്തിനടാ ഫ്ലൈറ്റ് എടുത്ത് പോയേ? ഇപ്പം ഇവനെ കൊണ്ടുവന്ന് അതേ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് അവിടെ പോയാൽ പോരെന്നില്ലേ മുംബൈക്ക്? അതൊക്കെ ഒന്ന് ചോദിച്ചല്ലോ. അല്ല, ഇവനെപ്പോലുള്ളവർ ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഇത് ഇത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും എടുത്ത് പോയിട്ടുള്ള റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവനെതിരെ ഒന്ന് കേസ് വലിയ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇവനെ രാത്രി പോയി കൊണ്ടുവന്നു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഹാജരാക്കി. ഇവൻ ഇന്ന് രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയത്. വേറെ സ്കീം. അപ്പം ഇത്രയും കാശ് പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ എന്നെ പിടിക്കുക എത്ര കാശ് പൊട്ടിക്കണെന്നുള്ളത്. പ്രായപൂർത്തിയായ 2 മനുഷ്യർ തമ്മിൽ പ്രേമിച്ചെടുത്ത പ്രശ്നം ഇവർക്ക് ജനുവിനാണെങ്കിൽ രണ്ടുപേരെ വിളിച്ച് സംസാരിച്ചൂടെ? പ്രായപൂർത്തിയായ 2 ആളുകൾ തമ്മിൽ പ്രേമിച്ചാൽ ജെനുവിനായിട്ട് പ്രേമിച്ചാൽ എന്താ പ്രശ്നം? എടാ പൊട്ടാ, അതിനപ്പുറത്തുള്ള ആൾക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ പ്രേമിക്കണ്ടേ? 2 പേരെയും വിളിച്ച് നിർത്തി സംസാരിച്ചാൽ എന്താ? ആ അപ്പുറത്തെ സൈഡിൽ നീ പ്രായപൂർത്തിയായ 2 പ്രേമിക്കുന്ന വ്യക്തികൾ എന്നുള്ളതിൽ ഒന്ന് നീ ഒന്ന് അപ്പുറത്തെ സൈഡിലുള്ള ആളാണ്. ആ അപ്പുറത്തെ സൈഡിലുള്ള മഞ്ജുവാരാണ് നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ജെനുവിനായിട്ടുള്ള പ്രേമത്തിലാണെന്നുണ്ടെങ്കിൽ മഞ്ജുവാര് നിനക്കെതിരെ കേസ് കൊടുക്കടാ വെഡി. ഇങ്ങനെ ഒരു തന്നെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 2 മനുഷ്യർ തമ്മിൽ പ്രേമിക്കുന്നതിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? അല്ല, പ്രശ്നം വേറെ ഒന്നുമില്ല. പിണറായി വിജയൻ രാജിവെക്കണം, അതാണ് പ്രശ്നം. കേരളത്തിൽ പ്രായപൂർത്തിയായ 2 വ്യക്തികൾ തമ്മിൽ പ്രേമിക്കുന്നതിൽ കേരള സർക്കാരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിണറായി വിജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ AKG സെൻറ്ററിന് മുന്നിൽ പോയിട്ട് ഫ്ലക്സ് ബോർഡും പിടിച്ചിരിക്കും. ഞാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ 2 പ്രായപൂർത്തിയായവർ പ്രേമിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? ചോദ്യം എഴുതിയിട്ട് അതായിരിക്കും നല്ലത്. ഇപ്പോൾ സർക്കാരിനായി കുറ്റം. സർക്കാരാണോ എന്തോ ഇല്ലത്. നേരത്തെ പറഞ്ഞു കേരള പോലീസാവും ഇല്ലത്. ഞാൻ മാസപ്പടി വാങ്ങിയോ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആരെങ്കിലും 51 വെട്ടി വേണ്ടി കൊന്നോ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് പ്രേമിച്ചെന്നോ പറഞ്ഞിട്ടോ? 2 പേര് തമ്മിൽ പ്രേമിച്ചാൽ എന്താണ് പ്രശ്നം? 2 പേര് തമ്മിൽ പ്രേമിച്ചാൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഒരുത്തരൊരു 1 വേ പ്രേമം മാത്രം, മറ്റേ ആൾ എന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഡീഗ്രേഡ് ചെയ്യുക, ഡിഫെയിം ചെയ്യുക, അത് പ്രശ്നമാണ്. അതിന് ഈ കരിമണൽ വിൽക്കണം അല്ലെങ്കിൽ മറ്റേ മാസപ്പടി വാങ്ങണം, 51 വെട്ട് വെട്ടണമെന്നൊന്നുമില്ല. നിയമമുണ്ട്, കോടതിയുണ്ട്, മനസ്സിലായില്ലേ? പോലീസുണ്ട്. അപ്പോൾ അവരവരുടെ പരിപാടി എടുക്കും. ഇത് എന്ത് പറഞ്ഞു സർക്കാരിനെ അന്വേഷിക്കാണല്ലോ. ഒരു സ്ത്രീയെ മാഫിയ കേരളത്തിലെ സെക്ടറായിട്ട് പടവിൽ വെച്ചിരിക്കുകയാണ്. അത് പറഞ്ഞതിന് അത് അന്വേഷിക്കാതെ കേരള പോലീസ് എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോവാണ്. റാക്കറ്റാ? ഒരു സ്ത്രീയെ റാക്കറ്റ് പിടിച്ച് വെച്ചിരിക്കുന്നതാ? എന്ത് റാക്കറ്റാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ആ ടേം അവിടെ യൂസ് ചെയ്യുന്നില്ല. എന്ത് മൂത്തവനാണോ ഇവൻ?
ഇവനെയാണ് ശരിക്കും മൂത്തോൻ എന്ന് വിളിക്കേണ്ടത്. ഇവൻ മൂത്തിരിക്കുകയാണ്, ഇവനാണ് ശരിക്കും അത് വിളിക്കേണ്ടത്, മൂത്തോൻ. എന്നാൽ ഈ ചങ്ങായി പുറത്തിറങ്ങിയതിന് ശേഷം ഇനി ഇതിലും വലിയ കോമഡികൾ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കുന്നത് നമ്മുടെയൊക്കെ ഒരു ഗതികേട്. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കടന്നു പോകണം. ഇപ്പോൾ നമ്മൾ ലൈഫിൽ റിയൽ ടൈം ആയിട്ട് കടന്നു പോകുമ്പോൾ കാണുന്ന നമ്മുടെ നാട്ടിലും ചുറ്റുപാടുള്ള മുഖങ്ങളല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള മുഖങ്ങളാണ്. സോഷ്യൽ മീഡിയ ലൈഫിലെ നമ്മളുടെ ചുറ്റുപാടുമുള്ള കോണ്ടന്റ് ആൻഡ് മുഖങ്ങൾ. അതിന് ഇങ്ങനെ ഒരുത്തന്നെ നമ്മൾ സഹിക്കേണ്ട ഒരു ഗതികേടാണ്. ഇതിനും നല്ലത് ആറാട്ടനുണ്ടോ അലൻ ജോസ് പെരേര. സീരിയസ്ലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് സ്റ്റോക്കിംഗ് ആണ് ഇവൻ ഈ മഞ്ജു വാര്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഈ വെടല വീണ്ടും വിളിച്ചു പറയുന്നത് മഞ്ജു വാര്യരെ ഏതോ 2 ആൾക്കാർ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്, മകളെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വേറെ റൈറ്റ്. മഞ്ജുവിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിൻ്റെ കൂടെയുള്ള ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഒരു ക്രിമിനലാണെന്നും അയാൾക്ക് സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. അതെ അല്ലല്ല, അയാൾ അവരുടെ ഒരു ഉപകരണമാണ്. ഞാൻ ബിനീഷ് ചന്ദ്രനും ബിനു നായർക്കും എതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGP ആ പരാതി കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചിക്ക് അയച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ കണ്ണിൽ കണ്ടത് ഇവർ രണ്ടുപേരുമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ ബിനീഷ് ചന്ദ്രൻ എപ്പോഴും അവരുടെ കൂടെ ഉള്ളതാണ്, എപ്പോഴും 24 മണിക്കൂർ അവരുടെ കൂടെ ഉണ്ട്. അല്ല, മാനേജറല്ല. എന്ത് മാനേജറാണ്? മാനേജറല്ല. മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ, അവരിപ്പോൾ സിനിമ ചെയ്യുന്നില്ല കഴിഞ്ഞ 1 വർഷമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് ഒഴിവാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവരുടെ വീട്ടിൽ പോലും പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഓണത്തിന് പോലും അവർക്ക് വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല, അറിയാമോ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് ഒഴിവാക്കാമായിരുന്നു, അവർക്ക് പറയാമായിരുന്നു. നമ്മളിപ്പോൾ ഈ ഗ്ലിറ്ററിങ് കണ്ടിട്ട് ഇവർ ഭയങ്കര സൂപ്പർ സ്റ്റാർഡമാണ്, അവർക്ക് എന്തും ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ഒരു അമ്മയും മകളും തമ്മിലുള്ള, എന്നെയും അവരെയും കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കണക്കാക്കണ്ട. ഒരു അമ്മയും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒന്ന് എടുത്ത് നോക്കൂ. അവരെ തമ്മിൽ ഇതുവരെ കാണാൻ സമ്മതിക്കാത്ത രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇടയ്ക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ പോലും അവർ തമ്മിൽ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉദാഹരണം പറയട്ടെ. സാറിൻ്റെ പേരെന്താണ്? അർജുനെ വേറൊരാൾ പിടിച്ച് തടവിൽ വെച്ചിരിക്കുകയാണ്. എനിക്കത് അറിയാം, ഞാനത് കണ്ടു. അർജുൻ പക്ഷെ മിണ്ടുന്നില്ല. കാരണം അർജുൻ ആ തടവിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. കാരണം പേടിയുണ്ട്, അയാൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അയാൾ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള പേടിയുണ്ട്. എന്തെങ്കിലും കാരണം അയാളുടെ കയ്യിൽ കാണും. എനിക്കതറിയാം. തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ എൻ്റെ ഡ്യൂട്ടിയാണ്, ആസ് എ സിറ്റിസൺ എൻ്റെ ഡ്യൂട്ടിയാണ് ഇയാളുടെ തടവിലാണ്, ഇല്ലീഗൽ കസ്റ്റഡിയിലാണ് എന്ന് പറയേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഒരാൾ മാത്രമല്ല, ഇനി നാളെ മറ്റേയാൾ വേറൊരാളെയും തടവിൽ വയ്ക്കാം. അപ്പോൾ അതൊരു ഒഫൻസാണ്. ആ ഒഫൻസിന് ഒരാൾ വഴങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് കാര്യത്തിലായിക്കോട്ടെ, പേടി കൊണ്ടായിരിക്കാം, കംഫർട്ട് കൊണ്ടായിരിക്കാം, എന്ത് കാര്യം കൊണ്ടായിരിക്കട്ടെ, പക്ഷേ അങ്ങനെ വഴങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി കണ്ടിരിക്കുന്നവർ മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഈ പടുവാവി പറയുന്നത് കേട്ടാലേ മഞ്ജു വാര്യർ ഏതോ മറ്റേ തൊട്ടിൽ കിടന്ന് പാലുടിക്കുന്ന കുട്ടിയാണെന്നും മഞ്ജു വാര്യരെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് കൊണ്ടു നടക്കേണ്ട ഒരാളാണെന്നും മഞ്ജു വാര്യരെ എല്ലാവരും കൂടി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഒരു റാക്കറ്റ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഞ്ജു വാര്യർ മകളെ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അന്നെ ബോധിപ്പിച്ചിട്ടാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്യോ അല്ലെങ്കിൽ സൊസൈറ്റീനെ ബോധിപ്പിക്കണം, നമ്മളാരെങ്കിലും ഒരു ബോധിപ്പിക്കണം. അവർ കാണുന്നുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടാവും, മനസ്സിലായ? പിന്നെ ഈ 2 പേരും മഞ്ജു വാര്യരാണെങ്കിൽ മഞ്ജു വാര്യരുടെ മകളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്താ പറയുക, ഏജായി സൊസൈറ്റിയിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ടുള്ള ആളുകളാണ്. അവർക്കപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വയം അത് അഡ്രസ്സ് ചെയ്യും. പണക്കെതിരെ കേസ് കൊടുത്തില്ലേ മഞ്ജു വാര്യർ? അതുപോലെ അവരത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റി അവർക്കുണ്ട്. അതിനിടയിൽ പോയിട്ട് എൻ്റെ ഈ ഊത്ത പരിപാടി കാണിച്ചിട്ട് ഇവരാരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അല്ലാതെ ഇമാതിരി ഡോങ്കേഷുകളോട് എന്ത് പറയാനാണ്? കാരണം ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയോ? വീണ്ടും ഇതിപ്പോൾ മഞ്ജു വാര്യർ വിചാരിച്ചിട്ടുണ്ടോ കേസ് കൊടുക്കേണ്ടിയിരുന്നില്ല. കാരണം കേസ് കൊടുക്കുമ്പോൾ വിഷയം എന്താ, ഇവന് വീണ്ടും ലൈം ലൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ വീണ്ടും ഇതൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇനി നാളെ ഉറപ്പാണ് അന്നിട്ട പോലെ തന്നെ ആ മഞ്ജു വാര്യർ തമിഴ് വെർഷനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വേറൊരു ഓഡിയോ ചിലപ്പോൾ കുഞ്ഞി പുറത്തിടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇത് എന്തൊരു ഗതികെട്ട നാടാണ് ഞാൻ ആലോചിച്ചത്. ഇങ്ങനെയൊക്കെ ഒരാളുടെ പിന്നാലല്ലേ, ഒരു സെലിബ്രിറ്റീൻ്റെ പിന്നാലെ ഏതെങ്കിലും ഒരുത്തൻ ക്രഷാണ്,
മാങ്ങാത്തൊലിയാന്നൊക്കെ പറഞ്ഞ് പിന്നാലെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം എക്സ്ട്രീം ലെവൽ ഓഫ് സ്റ്റോക്കിംഗ് ആണ് ചെയ്യുന്നത് ഈ ചങ്ങായി. ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഫേക്ക് ഓഡിയോസ് ഇടുക, പോസ്റ്റുകൾ ഇടുക, ഉപദ്രവിക്കുക. ഇവന് സത്യം പറഞ്ഞാൽ ജോജു ജോർജ് കൊടുത്ത പോലത്തെ മറുപടി കൊടുക്കണം ഏറ്റവും നല്ല പരിപാടി. അതിൻ്റെ പോലെ തീർന്നു പോകുന്ന കേസുകൾ പറയാം എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്താണെങ്കിലും കൊള്ളാം, ഇന്ന് ഇങ്ങനെ ഒരു കോമാളിനെയും കൂടി കാണാൻ പറ്റി.